അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിനെ യാത്രയച്ച് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അതാ സഹർ ബത്തുൽ ശോകമുഖമായി ഇരിക്കുകയാണ്. എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ, വല്ലാത്തൊരു പെടച്ചിൽ. ആ കൊട്ടാരത്തിലേക്ക് പോകുവാൻ അവൾക്ക് തീരെ മനസ്സില്ലാത്ത പോലെ. അവൾ അത്രക്കും ടെൻഷനായി ഇരിക്കുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു, മോളെ മോളെന്തൊന്നും മിണ്ടും പറയുകയും ചെയ്യാത്തേ? ഉമ്മ, മിണ്ടാനും പറയാനും കഥകൾ പറഞ്ഞു തരാനും ഈ ലോകത്തെക്കുറിച്ച് തന്നെ എനിക്ക് പഠിപ്പിച്ചു തരാനുള്ള ആള് പോയില്ലേ ഉമ്മ. ഇനി എന്താ ഉമ്മ സന്തോഷം? മോളെ, അപ്പോൾ മോൾക്ക് ഷെഫി ഉസ്താദിൻ്റെ കാര്യത്തിൽ വല്ലാതെ അങ്ങ്... അതെ ഉമ്മ, സത്യമായിട്ടും അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ളതെല്ലാം പറഞ്ഞു തന്നത്. സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അങ്ങനെയെല്ലാമെല്ലാം. അതെനിക്ക് ശരിക്കും അദ്ദേഹം വരച്ചു കാണിച്ചു തരികയായിരുന്നു. ഉപ്പ അത് കേട്ടിട്ട് പറഞ്ഞു, മോളെ, ഇതുപോലുള്ള ഒരേയാളെ ആയിരുന്നു ഉപ്പ ഇതുവരെ അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് ഉസ്താദായി കിട്ടിയ ആ ഒരു മഹാൻ, അല്ലെങ്കിൽ ആ ഒരു പണ്ഡിതൻ, മാഷാ അല്ലാ, എങ്ങനെ നമ്മുടെ കൈകളിലെത്തിയെന്ന് എനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കും വല്ലാത്ത വേദനയുണ്ട്, വിഷമമുണ്ട്. സാരല്ല, തിരിച്ചു വരുമല്ലോ, അവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ മോളുടെ എല്ലാ രീതിയിലുള്ള പഠനത്തിനും എല്ലാ രീതിയിലുള്ള മുൻപന്തിയിലുള്ള ചിന്തകൾക്കുമെല്ലാം അവൻ കാരണമാകും എന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അങ്ങനെയുള്ള ഉസ്താദിനെ നമുക്ക് കിട്ടിയതിൽ വല്ലാത്തൊരു അഭിമാനം തന്നെ. അർബാബ്, അങ്ങ് പറയുന്നത് ശരിയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ആ ഒരു ഖുർആൻ പാരായണം കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടതും പിന്നീട് എനിക്ക് തോന്നി എൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ ഉസ്താദ് ഇത് തന്നെയാണെന്ന് തോന്നുകയും അതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അതെ, ശരിയാണ്. പടച്ച റബ്ബാണ് നമുക്ക് ഉസ്താദിനെ ഇറക്കി തന്നത്. എല്ലാം കൊണ്ടും എൻ്റെ മകൾക്ക് പറ്റിയ ഒരാൾ, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതെ, അതിന് ഏറ്റവും അനുയോജ്യൻ മറ്റാരുമല്ല, ഷെഫി ഉസ്താദ് തന്നെയാണ്. എൻ്റെ മകളെ ഏത് രീതിയിൽ പഠിപ്പിച്ചെടുക്കണം, അവൾക്ക് ഏത് രീതിയിൽ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കണം എന്നെല്ലാം അദ്ദേഹത്തിന് അറിയാം. സഹർ ബത്തൂൽ ശരിക്കും സങ്കടത്തിൽ തന്നെയാണ്. അവളുടെ ആ ഒരു മാനസികാവസ്ഥ, അവളുടെ ആ ഒരു മൂഡ് ഓഫ് ശരിക്കും അവളുടെ മാതാപിതാക്കളിൽ വിഷമം പടർത്തി. ഒരു നിമിഷം അർബ വിചാരിക്കുകയാണ്, പഠിച്ചോനെ, അവനെ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കേണ്ടി വരുമോ? എന്നാൽ ഈ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നു, അല്ല, ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവും, നമ്മളിങ്ങോട്ടും പോകുന്നില്ലേ? എന്തൊക്കെ തന്നെയല്ലേ വേണ്ടില്ല, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കട്ടെ. എന്നാൽ ഈ സമയം ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയായിരുന്ന ഉസ്താദ് അതാ ഫ്ലൈറ്റ് പറന്നു പൊങ്ങുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശക്തമായ ശബ്ദത്തോടു കൂടെ അതാ റൺവേയിൽ നിന്നും ഫ്ലൈറ്റ് കുതിച്ചുയരുകയാണ്. അതെ, താൻ ഇഷ്ടപ്പെട്ട ഈ മണ്ണിൽ നിന്നും താൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല, എനിക്ക് വിഷമമുണ്ടായില്ല, എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. പടച്ച റബ്ബ് തന്നത് സന്തോഷങ്ങൾ മാത്രം. അല്ലാതെ അല്ലാ, എൻ്റെ നാടും അതുപോലെ ആകണേ. ഷെഫി ഉസ്താദ് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അതാ ആ ഫ്ലൈറ്റിലൂടെയുള്ള യാത്ര. ഇപ്പോഴതാ എത്രയോ അടി ഉയരത്തിലേക്ക് ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി. ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു, പടച്ച റബ്ബിൻ്റെ ഓരോ നിഅമത്ത്, ഭൂമിയിലുമല്ല ആകാശത്തിനുമല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അല്ലാതെ എന്ത് പറയാൻ മനുഷ്യർക്ക് പടച്ച റബ്ബ് കൊടുത്ത ഈ ഒരു ബുദ്ധി. ഷെഫി ഉസ്താദ് ഫ്ലൈറ്റിൽ നിന്ന് ഓരോന്ന് ആലോചിച്ചു, പ്രപഞ്ച സത്യങ്ങളെപ്പറ്റി. അവൻ ഒരു നിമിഷം വിചാരിച്ചു, ഈ കാര്യങ്ങളെല്ലാം ഈ മഞ്ഞുകൾക്കിടയിലൂടെ പോകുന്നതിനെക്കുറിച്ചും ഭൂമിയിലുള്ളതിനെക്കുറിച്ചും ആകാശത്തുള്ളതിനെക്കുറിച്ചുമൊക്കെ സഹർ ബത്തൂലിനെ പറഞ്ഞു കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവൻ വിചാരിച്ചു. തൻ്റെ കൂടെ സഹർ ബത്തൂൽ ഉണ്ടെന്ന ധാരണയായിരുന്നു ഷെഫി ഉസ്താദിനെ. അതെ, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവളോട് കഥകൾ പറയുമ്പോഴും അവൾക്ക് ഓരോന്ന് വിവരിച്ചു കൊടുക്കുമ്പോഴും തൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ജിജ്ഞാസയായിരുന്നു എല്ലാത്തിനും. ബത്തൂൽ, ഉസ്താദ്, നമ്മളിപ്പോൾ പോകുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? വിമാനത്തിൽ.
വിമാനത്തിലാണ്. പക്ഷേ ഏതിലൂടെ? നമ്മൾ ഈ മഞ്ഞുകൾക്കിടയിലൂടെ, നമ്മൾ മേഘത്തിന് ഇടയിലൂടെ, ആകാശത്തിനുള്ളിലൂടെ കടന്നു പോവുകയാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ ഇതെല്ലാം, അല്ലേ? നമ്മൾക്ക് ഒരിക്കലും മനുഷ്യനെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പ്രപഞ്ച സത്യങ്ങളാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്, അല്ലേ? നമുക്ക് താഴെ നിന്ന് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഇത് കാണാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ എത്ര അകലെയായിരിക്കും? പിന്നെ ഏഴാൻ ആകാശം, അതിനു മുകളിൽ ഒരു സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ബത്തൂലിന് അറിയാൻ ആഗ്രഹമില്ലേ? ഉസ്താദ്, തീർച്ചയായിട്ടും എനിക്കറിയണം. ഏഴാൻ ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു സ്വർഗം അതെങ്ങനെയായിരിക്കും ഉസ്താദ്? അവളുടെ ആ ഒരു മനോഹരമായ ശബ്ദം കൊണ്ട് ഉസ്താദിൻ്റെ ചെവിയിൽ അത് പതിയുന്നു. ബത്തൂൽ, എല്ലാം ഞാൻ പറയാം. അത് ഏഴാകാശത്തിൻ്റെ അപ്പുറത്തുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ പടച്ചറബ് എല്ലാവർക്കും തരുന്ന ഒന്നല്ല. അതുകൂടി ഓർക്കണം. നമ്മൾ ഭൂമിയിൽ അതിനനുസരിച്ച് നടന്നാലും അതിനനുസരിച്ച് നിന്നാലും മാത്രമാണ് അത് ലഭിക്കുക. പടച്ചവൻ നമുക്ക് ചില കാര്യങ്ങളെല്ലാം വിലക്കിയിട്ടുണ്ട്, ചിലതെല്ലാം അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പടച്ചറബ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആകുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യങ്ങളെല്ലാം വർഷിക്കും. പിന്നെ പടച്ചറബ് റഹ്മാനും റഹീമുമാണ് കേട്ടോ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റഹീം എന്താണ്? മോൾക്ക് ഞാൻ പഠിപ്പിച്ചതാണല്ലോ. അതെ, അവന് വഴിപ്പെടുന്നവർക്ക് മാത്രം അനുഗ്രഹം ചൊരിയുന്നവർ. ഒന്ന്, അവന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, അതായത് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവർക്കും ജീവിക്കാത്തവർക്കും അവൻ അനുഗ്രഹം ചൊരിയുന്നു. ഈ ഭൂമിയിൽ പടച്ചറബ് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നുണ്ട്, അത് ആർക്കെന്നില്ലാതെ. എന്നാൽ പരലോകത്ത് വെച്ച് അങ്ങനെ ആയിരിക്കില്ല. എന്തായാലും പടച്ചറബ് നമുക്കെല്ലാം പുറത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട്, അല്ല തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം, എക്സ്ക്യൂസ് മീ സർ. ആ ഒരു ശബ്ദം കേട്ട് ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. അതെ, തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ശിഷ്യ സഹറ ബത്തൂലിന് പകരം അതാ അവിടെ ഒരുങ്ങി നിൽക്കുന്ന എയറോസ്റ്റസിനെയാണ് കണ്ടത്. ഫുഡ് ഐറ്റംസ് എന്തോ കൊണ്ടുതരാൻ വേണ്ടിയിട്ട്. ഷെഫി ഉസ്താദ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഫുഡെല്ലാം അവിടെ വെച്ചിട്ട് അവർ പോയി. സഹർ ബത്തൂലിനോടൊപ്പമുള്ള ഒരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു ഷെഫി ഉസ്താദ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. ശരിക്കും അത് വല്ലാത്തൊരു സ്വപ്നമായി. അല്ലാഹ്, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതിപ്പോൾ? ഈ ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും സ്വർഗലോകവും അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് ഞാൻ വിവരിച്ചു കൊടുത്തു, അല്ലേ? ഷെഫി ഉസ്താദിന് ആ മേഘപാളികൾക്കിടയിലൂടെയുള്ള ആ ഒരു നിലാവെളിച്ചം അത് കാണുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ശരിക്കും ഒരു കവിത എഴുതുവാൻ തോന്നുന്ന പോലെയാണ് ഷെഫി ഉസ്താദിന് തോന്നുന്നത്. ആ ആകാശയാത്രയിൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും അതൊക്കെ തന്നെയായിരുന്നു. ഫ്ലൈറ്റ് യാത്ര തുടരുന്നു. അറിയാതെ ഷെഫി ഉസ്താദ് തൻ്റെ സ്വപ്ന ലോകത്തേക്ക് യാത്രയായി. അതാ അറിയാതെ ഉസ്താദിൻ്റെ മിഴികൾ പൂടുന്നു. അദ്ദേഹം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചുണ്ടുകളിൽ സ്വലാത്തായിരിക്കും, ദിക്റായിരിക്കും. അതിനിടയിൽ പല പല ചിന്തകളും കടന്നുകൂടും. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. അപ്പോഴെല്ലാം സ്വപ്നം കണ്ടിരുന്നത് സഹർ ബത്തൂലിന് ക്ലാസ് എടുക്കുന്ന ഓരോ കാര്യങ്ങളായിരുന്നു. ഒരുപാട് അറിവുകൾ അതിനുവേണ്ടി ഷെഫി ഉസ്താദ് ശേഖരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ സമയം നാട്ടിൽ സക്കീർ ഉസ്താദ്, മോനെ പോകാനായോ? ഉമ്മ, അവൻ 5:30 ഇറങ്ങുവേ. ആയിക്കോട്ടെ പഠിച്ചോനെ, നോക്കി പോണേ മോനെ, മഴയാണ്, രാത്രിയാണ്, നല്ലോണം ശ്രദ്ധിക്കണേ. ഉമ്മ, ഞാൻ പോയിക്കോളാം. അങ്ങനെ സക്കീർ ഉസ്താദ് ഫ്രഷായി അതാ കാറിൽ കയറുന്നു. എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ചോനെ, കാത്തു രക്ഷിക്കണേ അല്ലാ. എൻ്റെ കുട്ടി പെരുമ്പഴത്താണ് പോകുന്നത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. ഉമ്മ പ്രാർത്ഥിച്ച് ദുആ ചെയ്തു. അല്ലാ, ആരെയും കൂട്ടണ്ട, ആരോടും പറയണ്ട എന്നുള്ള ആ ഒരു വാക്കിന് മുകളിൽ ഷെഫി ഉസ്താദ് തനിച്ചാണ് കാറുമായി പോകുന്നത്. എയർപോർട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ
ഇപ്പോൾ ആകാശത്തൂടെ വരികയായിരിക്കും. അല്ലാ നീ കാക്ക്. സക്കീർ ഉസ്താദ് അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കാറോടിച്ചുകൊണ്ട് വരികയാണ്. പെട്ടെന്നാണ് ആ ഒരു ശബ്ദം കേട്ട് ഷെഫി ഉസ്താദ് ഞെട്ടി ഉണർന്നത്. ഷെഫി ഉസ്താദിന് ഏറെക്കുറെ കാര്യം മനസ്സിലായി. അതാ സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതെ, താൻ പിറന്ന മണ്ണിലേക്ക് താൻ അതാ എത്തുകയാണ്. അല്ലാ, ഏറെ പ്രതീക്ഷയോടെയായിരിക്കും എല്ലാവരും പിറന്ന മണ്ണിലേക്ക് വരുന്നത്. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണണമെന്നല്ലാതെ അതിനപ്പുറത്തേക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഭാര്യ തന്നെ സ്വീകരിക്കുമോ, തന്നോട് 2 മാസം കൂടി അവിടെ ഗൾഫിൽ നിൽക്കുവാനാണ് ആവശ്യപ്പെട്ടത്. അതേ, സ്കൂൾ അടക്കുന്ന സമയത്ത് മറ്റു വല്ല ക്ലീനിങ് ജോലികളും നിങ്ങൾക്ക് ചെയ്തൂടെ എന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലാ, ആ ഒരു സ്വപ്നം അവൻ്റെ മനസ്സിലില്ലായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ ഷെഫി ഉസ്താദ് ആലോചിച്ചു. വീണ്ടും വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നു. എയർ ഹോസ്റ്റസ് ഓരോരുത്തരും വന്ന് ചെക്ക് ചെയ്തു. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. വിൻഡോയുടെ അരികിലായതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദ് ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നു. രാത്രി യാത്രയായതുകൊണ്ട് കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ല. എങ്കിലും ഇറങ്ങുന്ന സമയത്ത് ആ ഒരു മനോഹരമായ കാഴ്ച ഷെഫി ഉസ്താദ് കാണുകയാണ്. മാഷാ അല്ലാ, മനോഹരമായ മിന്നാമിനുങ്ങുകൾ പോലെയുള്ള വെളിച്ചങ്ങൾ. അതാ തൻ്റെ ജന്മനാട്ടിലുള്ള ആ ഒരു കാഴ്ച. ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് ആ ലൈറ്റുകൾ കൂടിക്കൂടി വരുന്നു. പുലർച്ചെ 5:30 മണിക്കാണ് ഷെഫി ഉസ്താദ് അവിടെ ഇറങ്ങുന്നത്. ഈ സമയം എല്ലാവരും ഏറെ പ്രതീക്ഷയോടെയായിരിക്കും നാട്ടിലേക്ക് കാലുകുത്തുന്നത്. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചെറിയൊരു വേദനയും വിഷമവും ബാക്കിയുണ്ട്. മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ എങ്ങനെ സ്വീകരിക്കും, എന്നെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഷെഫി ഉസ്താദിന് ടെൻഷൻ. കാരണം ഞാൻ വരുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അതാ എയർപോർട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ലൈറ്റുകൾ തെളിഞ്ഞു കാണുന്നു, ബിൽഡിങ്ങുകൾ തെളിഞ്ഞു കാണുന്നു. ഷെഫി ഉസ്താദ് ആ വിൻഡോയിലൂടെ താഴേക്ക് നോക്കി. റബ്ബേ പഠിച്ചോനെ, ഈ സമയം അത് വളരെയധികം അപകടകരമായ ഒരു ടൈമാണ്. എന്തൊക്കെ തന്നെയാലും പഠിച്ചോൻ കൽപ്പിച്ച് നടക്കും. ശരി തന്നെയാണ്. പല ഫ്ലൈറ്റുകളും ലാൻഡ് ചെയ്യുന്നതിന് ഇടയിലാണ് പലപ്പോഴും മുന്നോട്ട് പോയി കുതിച്ച് വീഴുന്നത്. റബ്ബേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. മരിക്കും ഭയം ഉണ്ടായിട്ടില്ല അല്ലാ. എനിക്കെൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. എനിക്കെൻ്റെ ഉമ്മയെ കണ്ടിട്ട് മരിച്ചാൽ മതി അല്ലാ. എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു. അങ്ങനെ അത് ഫ്ലൈറ്റ് താഴ്ന്ന് വരുന്നു. ഒരു ശക്തമായ ശബ്ദത്തോടെ അത് റൺവേയിലേക്ക് ചാടുന്നു, കുതിച്ചു പായുന്നു. ഒരു നിമിഷം അതാ ഷെഫി ഉസ്താദ് പുറത്തേക്ക് നോക്കി. അല്ലാ, വിമാനങ്ങൾ താഴെ അതാ നിർത്തിയിട്ടിരിക്കുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് എല്ലാവരും അവരുടെ ലഗേജുകൾ എടുക്കുന്ന തിരക്കിലാണ്. ഷെഫി ഉസ്താദും പ്രതീക്ഷയോടെ തൻ്റെ ഹാൻഡ് ബാഗ് കയ്യിലെടുത്തു. ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും വരിവരിയായി ഇറങ്ങുന്നു. ഷെഫി ഉസ്താദിനോടും എല്ലാവരോടും ചെയ്യുന്ന പോലെ എയർ ഹോസ്റ്റസ് താങ്ക്സ് എന്നും പറഞ്ഞു. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് നേരെ എയർപോർട്ടിനകത്തേക്ക് കടക്കുന്നു. ചില രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാവരും നാട്ടിലെത്തിയ സന്തോഷത്തിൽ ഹാപ്പിയിലാണ്. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അത് പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ, മുഴുവനായിട്ട് ഹാപ്പി ആയിരുന്നില്ല. അത് വീട്ടിലെ സ്ഥിതി ആലോചിച്ചിട്ട് തന്നെ മറ്റൊന്നുമല്ല. ആ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഷെഫി ഉസ്താദ് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ആ വലിയ 2 പെട്ടികൾ അതാ ഷെഫി ഉസ്താദിൻ്റെ മുൻപിലൂടെ കടന്നു പോയപ്പോൾ ഷെഫി ഉസ്താദ് അത് പിടിച്ചു, ട്രോളിയിലേക്ക് മാറ്റി. അങ്ങനെ അതാ സമയം കൃത്യം 5:40 ആയപ്പോഴേക്കും ഷെഫി ഉസ്താദ് അതാ എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ട്രോളിയും തള്ളിക്കൊണ്ട് വരുന്ന ആ ഒരു കാഴ്ച തൻ്റെ പ്രിയപ്പെട്ട സക്കീർ ഉസ്താദ് നോക്കി നിൽക്കുകയാണ്. അതെ, അവരുടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്, ആളെത്തിയിട്ടില്ല.
സക്കീർ ഉസ്താദ് ആകാംക്ഷയോടെ നോക്കി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അതാ 4-5 ആളുകൾ പോയതിനു ശേഷം മനോഹരമായ ആ ഒരു കന്തൂർ ധരിച്ചുകൊണ്ട് മനോഹരമായ തലയിൽ കെട്ടും ഒരു ഗ്ലാസുമെല്ലാം വെച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്ന ആ ഒരു മഹനീയ ആ ഒരു രംഗം സക്കീർ ഉസ്താദ് കാണുവാനിടയായി. മാഷാ അല്ലാ, പടച്ചോനെ, അവൻ എങ്ങനെയായോ ഇത്ര പെട്ടെന്ന്? ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തമായിരുന്നു ഷെഫി ഉസ്താദ് മൊത്തത്തിൽ. ലഗേജുകൾ തള്ളിക്കൊണ്ടുവരുന്ന കന്തൂറയിട്ട തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ മനോഹരമായ മുഖം അതാ സക്കീർ ഉസ്താദ് കാണുന്നു. ശരിക്കും ഒരു അറബി ലുക്കിൽ തന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരുന്ന ആ ഒരു കാഴ്ച ശരിക്കും വിശ്വസിക്കാൻ സക്കീർ ഉസ്താദിന് കഴിഞ്ഞില്ല. അവൻ തന്നെയല്ലേ? ഒരു ഡൗട്ട്, ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്യണോ? ഹേയ്, അവൻ ഇത്ര വെളുത്തു തൊടുത്തോ? എനിക്കറിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ദൂരെ നിന്ന് തന്നെ അതാ ഷെഫി ഉസ്താദ് കാണുന്നു. കൂട്ടുകാരൻ അപ്പോഴേക്കും അതാ ഷെഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അസ്സലാമു അലൈക്കും യാ ഹബീബി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, എന്താടാ കരയേ? ഇവിടെ എത്തിയത് നീയേ? എൻ്റെ മുത്താണ്. നീ എന്നെ വിട്ടു പോയപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു, റബ്ബേ, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം തള്ളി നീക്കുന്നു. എന്നാൽ അൽഹംദുലില്ലാ കാണാൻ കഴിഞ്ഞല്ലോ. എടാ, സുഖമല്ലേ നിനക്ക്? അൽഹംദുലില്ലാ, റാഹത്താണടാ എല്ലാം കൊണ്ടും. നവാ, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. സക്കീർ ഉസ്താദ് ഓടി ഷെഫി ഉസ്താദ് ലഗേജുമായി തള്ളിക്കൊണ്ട് അതാ അങ്ങോട്ട് വരുന്നു. അപ്പോൾ തന്നെ സക്കീർ ഉസ്താദ് തിരിച്ചു വന്ന് ലഗേജ് എല്ലാം വണ്ടിയിലേക്ക് കയറ്റി. അങ്ങനെ അവർ ദാ യാത്ര തിരിക്കുകയാണ് അവരുടെ സ്വന്തം നാട്ടിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷെഫി ഉസ്താദിനെ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഷെഫി ഉസ്താദ് സർപ്രൈസ് ആയിട്ടാണോ വീട്ടിലേക്ക് പോവുക, അതോ സക്കീർ ഉസ്താദിൻ്റെ വീട്ടിലേക്കോ ഉസ്താദിൻ്റെ വീട്ടിലേക്കോ? നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.